ഷാനവാസും മനീഷും ജയിലിൽ പോകുമോ? ആദിലയുടെ മുഖം മൂടി അഴിയുന്നു. റിയാസിനെ കൊണ്ട് ഈ നാടകം കളിപ്പിച്ചത് ആദിലയോ? നമുക്ക് നോക്കാം. രാവിലെ ജയിൽ നോമിനേഷനാണ്. 2-3 ദിവസമായിട്ട് ഈ ഹോട്ടലിന്റെ ഒരു പരിപാടി അല്ലാണ്ട് കാര്യമായ ടാസ്കുകളോ ഗെയിമുകളോ ഒന്നുമില്ല. ഒരു ഹോട്ടലിലെ പരിപാടികൾ ചുറ്റിപ്പറ്റി 2-3 ഗസ്റ്റുകൾ വന്നു, അത്രേ ഉള്ളൂ. ഈ റിയാസ് വന്നതാണ് ഏറ്റവും. മറ്റവർ വന്നെങ്കിലും കുറച്ച് എല്ലാം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവർ മാന്യത ഉള്ള ഒരു ഗസ്റ്റുകളായിരുന്നു. പക്ഷെ ഈ റിയാസിന്റെ വരവ് പൊതുവെ ബിഗ് ബോസിനകത്തും പുറത്തും എല്ലാം തന്നെ വളരെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒന്നാമത് അയാളുടെ ബേസിക് ക്യാരക്ടർ, അയാൾ ഏത് ജെൻഡർ എന്നല്ല പ്രശ്നം, എല്ലാത്തിനെയും വിമർശിക്കുകയും സദാചാരത്തിന്റെ വലിയ ആളാണെന്ന് പറയുകയും ചെയ്യുന്ന ആള് നാവിന്ന് വരുന്ന എല്ലാം ഒരുമാതിരി വർത്താനമാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഇതെല്ലാം ആദില നൂറയും കൂടെ ചേർന്ന് റിയാസിനെ കൊണ്ട് ചെയ്യിച്ച കളികളാണ്. അവിടുത്തെ നെവിൻ ഷാനവാസ് ഇഷ്യൂസ് എടുത്തു കൊടുത്തിട്ട് അതിന്റെ ഒരു പ്രതികാരമാണ് ഷാനവാസിനോട് ചെയ്തത്. അത് 100% എനിക്ക് വിശ്വസനീയമാണ്. കാര്യം എന്ന് വെച്ചാല് ഷാനവാസ് ഒരു ഹോട്ടലിലെ തൊഴിലാളിയാണ്, അടിമയല്ല. തൊഴിലാളികൾക്ക് ഹോട്ടലിലല്ലേ എവിടെ ആയാലും അവകാശമുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ ആയാലും ശരി, തൊഴിലാളികൾക്ക് അവരുടേതുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ബെഡ് വലിച്ചെറിയുക, പേപ്പർ വേസ്റ്റ് വലിച്ചെറിയുക, ഗാർഡനിൽ കൊണ്ട്, ഇതൊക്കെ ഒരു ഗസ്റ്റ് ചെയ്താല് സെക്യൂരിറ്റി പിടിച്ചു മാറ്റത്തില്ലേ? അല്ലെങ്കിൽ അത് ചെയ്യത്തില്ലേ? ഇതെന്തോ പ്രഹസനമാണോ? എല്ലാം ഹോസ്പിറ്റാലിറ്റി എന്നും പറഞ്ഞിട്ട് ഇവരിപ്പോ എല്ലാരും ഷാനവാസിനെതിരെയാണ് വോട്ട് ചെയ്തേക്കുന്നത്. എല്ലാരും ആരും മറ്റൊരു മറിച്ചും എല്ലാം കൂടുതൽ വോട്ട് കിട്ടിക്കുന്ന ഷാനവാസ് ഒന്നും റിസൾട്ട് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് വന്നേക്കുന്നത് അനീഷിനാണ്. ഇവർ രണ്ടുപേരും ശരിക്കും പ്രതികരിച്ചു. വായിക്കാത്ത കൈയിട്ടോണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് എന്ത് കാര്യം. അവിടെ ഇപ്പൊ ഗ്രൂപ്പിസമാണ്. ഈ ഷാനവാസിന്റെ ഒരു എതിർപ്പുള്ള അക്ബർ ഗ്രൂപ്പ്, പിന്നെ ജിസയിലും ഈ പനിമോളും കൂടെ ലയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബിന്നി വേറൊരു ഗ്രൂപ്പ്, അതിലെ വേറെ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ഇണങ്ങിയിരിക്കുന്നവര് നാളെ പിണങ്ങിയിരിക്കുന്നു, നാളെ പിണങ്ങിയിരിക്കുന്നു, ഇന്ന് ഇണങ്ങുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജയിൽ ടാസ്കില് അനീഷിനെ ക്രൂശിക്കാൻ വരുമ്പോ അനീഷ് അക്ബറിന്റെ അടുത്ത് ചൂടാകുന്നു. അതുപോലെ പിന്നെ ജിഷിൻ വന്നിട്ട് ക്യാപ്റ്റന് നിയന്ത്രിക്കാൻ സമയത്ത് ജിഷിന്റെ നേരെ അക്ബർ ചൂടാകുന്നു. ഇങ്ങനെയുള്ള കലുഷിതമായ വൻ അടിയാണ് രാവിലെ ബിഗ് ബോസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ആര്യം എന്ന് പറയുന്ന സമയത്ത് ആര്യനുമായി അനീഷ് ഭയങ്കര വർത്തമാനമായി. അനീഷ് ഒരു കാര്യം പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിന്ന് അനീഷ് അത് പറഞ്ഞു തീർക്കും. അപ്പോഴത്തേക്ക് പെണ്ണുങ്ങളെല്ലാം കൂടെ കൂക്കുവിളിയായി. എന്തൊരു ചന്തത്തരവ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കാണിക്കുന്നത്. 3-4 എണ്ണങ്ങൾ ഈ ജനത്തിന്റെ മുന്നിൽ പോകുന്ന പരിപാടിയാണെന്നുള്ള ഒരു ബോധമില്ലാതെ എല്ലാം കൂടെ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ ഇരുന്ന് കൂക്കു വിളിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂക്കുവിളിയും ബഹളങ്ങളും. ഒരാൾ നോമിനേഷനിൽ അയാളുടെ നോമിനേഷൻ പറയാൻ അനുവദിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ ഗ്രൂപ്പിസം ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞു. വന്നപ്പോൾ മുതലുള്ള ഒരു അക്ബർ പിന്നെ ഷാനവാസ ശത്രുവായ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ശത്രുത ടാസ്കിലും ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ റിയാസിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ്. ഒരു തൊഴിലാളിയെന്നും പറഞ്ഞ് ഇത്രയും മറ്റുള്ളവരടുത്തൊന്നും റിയാസ് കാണിച്ചില്ലല്ലോ. അപ്പൊ ഈ നിവിൻ പ്രശ്നം ആളെ കത്തിക്കാൻ വേണ്ടി ചെയ്ത ആദിലയുടെ പരിപാടി മുഖം മൂടി അണിയുന്നു. ശനിയാഴ്ച ലാലേട്ടൻ വരുന്നതിന്റെ ആ മുഹൂർത്തത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ലാലേട്ടന്റെ നിലപാട് എങ്ങനെയായിരിക്കും? എന്തായാലും ശരി, അതിന്റെ ഇനിയും കേവലം 24 മണിക്കൂർ പോയി കഴിയുമ്പോൾ ഇവരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രൈം എന്ന് പറഞ്ഞ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ഒരു ടീമാണ്. ഇത് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ക്യാമറകളൊക്കെ വാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടീമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തീരുമാനമായിരിക്കും നാളെ ഈ ലാലേട്ടൻ വന്ന് പറയുന്നത്? ഷാനവാസിന് എതിരെ എന്തെങ്കിലും? ഷാനവാസിന് പുറത്താക്കത്തൊന്നുമില്ല, ചുമ്മാ പറയുന്ന പുറത്താക്കുന്നു. ഷാനവാസിന് ഇപ്പം ടോപ്പിലേക്ക് വരികയാണ് വോട്ടിങ്ങിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഷാനവാസൊന്നും അടുത്തൊന്നും പോകാൻ ഒരു ചാൻസും ഇല്ല. ഈ ആദിലേക്കൊക്കെയാണ് നേരത്തെ കുറച്ചെങ്കിലും പുറകോട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ വോട്ടിങ്ങിൽ നിന്ന്. അതുപോലെ പലരും മുന്നിലുള്ളവരൊക്കെ പുറകിലോട്ട് പോകുന്ന സ്ഥിതിയാണ്.
വോട്ടിംഗ് ഒരു വലിയ ഘടകമാണ് ഈ കണ്ടസ്റ്റൻസിനെ അവിടെ നിർത്തുന്നതിലും. എന്തായാലും ശരി, നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞു. പിന്നെ ഇത് ആട്ടും തോലിട്ട് ചെന്ന ഒന്നൊന്നര ചെന്നായാണ് അക്ബർ എന്നാണ് ഷാനവാസ് പറയുന്നത്. ഏകദേശം ഈ കുതന്ത്രങ്ങൾ മെനയുന്ന ഒരു ടീമായിട്ട് മാറി. ഷാനവാസിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുന്നു. ഞാൻ രുദ്രനായിട്ടായാലും KGF 1 ആയാലും 2 ആയാലും ഞാനായിട്ട് ശരിയാണ് അവരവരുടെ കാര്യത്തിൽ. പക്ഷെ വേറൊരു തെറി പറയുന്നു മറ്റൊക്കെ ഒരു ശരിയായ നടപടിയില്ല. ഷാനവാസിന് ആ കാര്യങ്ങളൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും നല്ലൊരു ഗെയിമറാണ്. പുള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ ടെമ്പർ മാറ്റി നിർത്തിയാൽ പുള്ളിക്ക് അവിടെ പലതും നേടാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിപ്പം ശത്രുതയിൽ കൂടെ പോകുന്ന ഒരു കളികളാണ് അവിടെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കാത്തിരുന്ന് കാണണം ആരൗട്ടാകും ഈ ആഴ്ച. അതുപോലെ ഷാനവാസിന്റെ നെവിന്റെ കാര്യത്തില് എന്ത് തീരുമാനം ലാലേട്ടൻ എടുക്കും? എന്തായാലും ശരി, ഇവര് രണ്ടുപേരും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരാണെങ്കിൽ ഇവര് രണ്ടുപേരെ പോകത്തുള്ളൂ. പിന്നെ അനുമോടെ പേര് വന്നു, പിന്നെ അക്ബറിന്റെ പേര് വന്നിട്ടുണ്ട്. എല്ലാം ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു. നെവിന്റെ അങ്ങനെ ഓരോന്നൊക്കെ ഉള്ളു പേരുകൾ. കൂടുതലും മോസ്റ്റ്ലി വന്നിരിക്കുന്നത് ഷാനവാസാണ്. ഷാനവാസിന്റെ കാര്യം ഉറപ്പായി. ഇപ്പൊ രണ്ടുപേരാണെങ്കിൽ ഇവര് ചങ്ങാതിമാർ രണ്ടുപേരും കൂടെ ജയിലിലായിരിക്കും എന്നാണ് നമ്മൾ